ഹിന്ദുമത കൺവെൻഷനായ അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് 114ാമത് ഹിന്ദുമത പരിഷത്ത് ഈ മാസം 15-ാം തീയതി മുതൽ പമ്പ മണൽപ്പുറത്ത് ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഉള്ള പത്രസമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് ഹിന്ദുമത മഹാമണ്ഡലത്തിൻ്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി രാജഗോപാൽ, പബ്ലിസിറ്റി കമ്മിറ്റിയുടെ കൺവീനർ ശ്രീജിത്ത്, തിരുവനന്തപുരം പ്രാദേശിക സമിതിയുടെ സെക്രട്ടറി ശ്രീ സന്ദീപ് തമ്പാനൂർ, എൻ്റെ പേര് ജി കൃഷ്ണകുമാർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്, ജ്യോതിപ്രയാണ ഘോഷയാത്രയുടെ കൺവീനറാണ്. ഈ 114ാമത് കൺവെൻഷൻ്റെ വിശദ വിവരങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതിനായി ഹിന്ദുമത മഹാമണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി രാജഗോപാലിനെ ഇവിടെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 113 വർഷങ്ങൾക്ക് ശേഷം 114ാമത് കൺവെൻഷനാണ് നടക്കുന്നത്. സാധാരണ ഒരു ആധ്യാത്മിക സമ്മേളനത്തെക്കാൾ ഉപരി ചെറിയ കുട്ടികൾ, യുവതലമുറ, സ്ത്രീജനങ്ങൾ, അമ്മമാർ, സമൂഹത്തിലെ നാനാതുറയിൽപ്പെട്ട എല്ലാവർക്കും പ്രശ്നങ്ങളും അതിനുള്ള മാർഗങ്ങളൊക്കെ നിർദ്ദേശിക്കുന്ന ഒരു തരം ചർച്ച പോലെയാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ സാമൂഹികവും സാംസ്കാരികവും ആധ്യാത്മികവുമായ എല്ലാ വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. അത് ജനങ്ങളിൽ എത്തിക്കേണ്ട ഒരു ബാധ്യത തീർച്ചയായിട്ടും ഈ മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും കടമയും കൂടെയാണ് ഞാൻ ഈ കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ഇപ്രാവശ്യത്തെ 114ാമത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ഇവിടെ ജൂന അഖാഡയുടെ സഭാപതി മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജ. ആ സമ്മേളനത്തിൽ പത്തനംതിട്ട പാർലമെൻറ്റ് അംഗം ആൻഡോ ആൻ്റണി, നമ്മളുടെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ജില്ലാ കളക്ടർ, അങ്ങനെ നിരവധി ആളുകൾ അതിൽ പങ്കെടുക്കുന്നു. ഈ തീർത്ഥവാദ പരമ്പരയുടെ മഠാധിപതിയായ ശ്രീമതി പ്രജ്ഞാനന്ദ തീർത്ഥവാദ സ്വാമികളാണ് ആ ഒരു സമ്മേളനത്തിൽ നമുക്ക് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത്. തുടർന്ന് അങ്ങോട്ട് ഓരോ ദിവസവും സമൂഹത്തിലെ എല്ലാ തുറയിലും പെട്ട വിഭാഗങ്ങളെ സ്പർശിക്കുന്ന തരത്തിലും നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ പരമാവധി കണ്ടു മനസ്സിലാക്കി ചെയ്യേണ്ട തരത്തിലുള്ള നിരവധി പ്രോഗ്രാമുകളാണ് നമ്മൾ ഈ പരിഷത്തിൽ നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. കൂടാതെ ആദ്യ 3 ദിവസം ഈ രാമായണത്തിലെ അമ്മമാരുടെ പ്രസക്തി, അല്ലെ മാതൃത്വം, ഇതൊക്കെ എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്ന ഒരു വാൽമീകി രാമായണ സമീക്ഷ തന്നെ നമ്മൾ അടുത്ത തിങ്കൾ, ചൊവ്വ, ബുധനായിട്ട് നടത്തുന്നുണ്ട്. അത് നടത്തുന്നത് OS സതീഷ് എന്നുള്ള ഒരു ആധ്യാത്മിക പ്രഭാഷകനാണ്. പിന്നീട് നമ്മളുടെ ഓരോ ക്ഷേത്രങ്ങളിൽ അവരുടെ ചൈതന്യം, അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ ബന്ധപ്പെട്ട് അവിടുത്തെ വാസ്തുശാസ്ത്രം എങ്ങനെയാകണം, നിരവധി സംശയങ്ങൾ സാധാരണക്കാരായ ഓരോരുത്തർക്കും ഇതെല്ലാം ദൂരീകരിക്കുന്ന തരത്തിലുള്ള അതിൻ്റെ കേരളത്തിൽ ഇന്ന് ലഭ്യമായിട്ടുള്ള ഏറ്റവും ഉന്നതരായ വിദഗ്ധന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പാനലാണ് ആ ഒരു വിഷയം അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അടുത്ത ദിവസം നമ്മളുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കണം, നമ്മുടെ പ്രകൃതി സംരക്ഷിക്കപ്പെടേണ്ട പ്രാധാന്യം, ഈ വിഷയങ്ങളൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ആധ്യാത്മികമായ ഒരു തലത്തിൽ കൂടി അതിനെ എങ്ങനെ നമ്മൾ മറ്റുള്ളവരിൽ എത്തിക്കണമെന്നുള്ളൊരു രീതി ചിദാനന്ദപുരി സ്വാമിജി ആണ് അതിന് നേതൃത്വം നൽകുന്നത്. ഈ പ്രശസ്തയായ നമ്മുടെ ദേശീയ അവാർഡ് ജേതാവായിട്ടുള്ള പ്രകൃതി കൃഷിയിൽ ശ്രീമതി ഭുവനേശ്വരി, നമ്മുടെ CTCRAയുടെ ഡയറക്ടർ ഡോക്ടർ ജി ബൈജു, ഇതുപോലുള്ള പ്രഗത്ഭരായ ആളുകൾ, തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു മാരിമുത്തു യോഗനാഥൻ, അദ്ദേഹം 4 ലക്ഷത്തിൽ പരം വൃക്ഷത്തൈകളാണ് അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട്, അദ്ദേഹം ഒരു ട്രാൻസ്പോർട്ട് വകുപ്പിലെ ജീവനക്കാരനാണ്. അദ്ദേഹവും നമ്മളവിടെ ആദരിക്കപ്പെടുക, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ അവിടെ പങ്കുവെക്കുന്നു. തുടർന്ന് അയ്യപ്പ ഭക്ത സമ്മേളനം, നമുക്കെല്ലാം ശബരിമല ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. അത് യാഥാർത്ഥ്യം എന്താണെന്നും അവിടെ എന്താണ് നടക്കേണ്ടത്, അല്ലെ എന്താണ് പരിഹാരമാർഗം, ഈ ഒരു വിഷയത്തിലുള്ള ഒരു ചർച്ചയും ആ ഒരു അയ്യപ്പ ഭക്ത സമ്മേളനത്തിൽ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. പിന്നീട് സാംസ്കാരിക സമ്മേളനം, ഇതിൽ നമ്മളുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും സാംസ്കാരികമായ വൈകല്യങ്ങളും ഒക്കെ എങ്ങനെ പരിഹരിക്കപ്പെടാമെന്നുള്ള വിഷയത്തിൽ എന്നെ എല്ലാവരുടെയും ആ നോട്ടീസിൽ എത്തിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ പ്രോഗ്രാമുകളും വിവിധങ്ങളായ ചർച്ചകളുമാണ്.
വെള്ളിയാഴ്ച നമ്മുടെ ആധ്യാത്മിക ആചാര്യന്മാരെ അനുസ്മരിച്ചുകൊണ്ടുള്ള ചടങ്ങാണ്. അതിൽ ഓരോ നമ്മളുടെ ഹിന്ദു സമാജത്തിൻ്റെ നവോത്ഥാനത്തിന് അല്ലെ മാനവരാശിയുടെ മൊത്തം നവോത്ഥാനത്തിനുള്ള എന്തെല്ലാം ചെയ്തിട്ടുണ്ട് ആളുകളെ ഒന്ന് അനുസ്മരിക്കുക, അവരുടെ പ്രവർത്തനങ്ങളൊന്ന് എന്തൊക്കെയായിരുന്നു എന്നൊന്ന് നമ്മളൊന്ന് ചർച്ച ചെയ്യപ്പെടുന്നൊരു വേദിയാണ്. തുടർന്ന് കുട്ടികൾക്ക് വേണ്ടിയുള്ള അവരെ എങ്ങനെ ഒരു ഉന്നതിയിൽ എത്തിക്കാം, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുന്ന ഒരു ബാലോത്കർഷം എന്നുള്ള ഒരു പ്രോഗ്രാമും ഈ സമ്പൂത് ഫൗണ്ടേഷൻ്റെ അധ്യക്ഷനായിട്ടുള്ള ആധ്യാത്മാനന്ദ സരസ്വതി സ്വാമികൾ നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് സ്ത്രീകളുടെ വനിതാ സമ്മേളനമുണ്ട്. അതിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ബിന്ദുവാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സമാപന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി നിയമകാര്യ വകുപ്പ് മന്ത്രി അർജുൻ റാം മെഘവാൾ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. തികച്ചും വ്യത്യസ്തമായ രീതിയിൽ, എന്നാൽ സമൂഹത്തിനും മാനവരാശിക്കും എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകണോ അതെല്ലാം വിഭാവന ചെയ്തുകൊണ്ടുള്ള ഒരു സമഗ്രമായ ഒരു പദ്ധതിയാണ് നമ്മൾ ഈ 114ാമത് വർഷത്തിൽ വിഭാവന ചെയ്തിരിക്കുന്നത്, അവിടെ നടക്കാൻ പോകുന്നു. അക്കാര്യം നിങ്ങളുടെയെല്ലാം സഹകരണം ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കും. കാരണം ഇത് അവിടെ നടന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതെല്ലാം ജനങ്ങളിലെത്തണം. അവിടെ കൂടുന്ന 1000-10,000 ആളുകളുടെ മുമ്പിൽ മാത്രം പോരാ, അത് സമൂഹത്തിൽ എല്ലായിടത്തും എത്തണം എന്ന് അതിനെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഈ 13-ാം തീയതി ഞങ്ങളുടെ ജ്യോതി പ്രയാണ ഘോഷയാത്രയ്ക്ക് ആരംഭം കുറിക്കും. ആ വിവരങ്ങളൊക്കെ ഞങ്ങളുടെ പബ്ലിസിറ്റി കൺവീനറായ ജ്യോതി പ്രയാണ ഘോഷയാത്ര, അതായത് വേദി സ്ഥാപിക്കാനുള്ള ജ്യോതി കൊല്ലം പത്മന ആശ്രമത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ആ ജ്യോതി പ്രയാണ ഘോഷയാത്ര 13-ാം തീയതി രാവിലെ 7:30 അവിടെ നിന്ന് ആരംഭിച്ച് ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ വിവിധ മേഖലകൾ കൂടി 15-ാം തീയതി രാവിലെ 11 മണിയോടുകൂടി ശ്രീ വിദ്യാധിരാജ നഗറിൽ എത്തിച്ചേരും. അതുപോലെ തന്നെ ചട്ടമ്പിസ്വാമിയുടെ ഛായാചിത്രം വഹിച്ചുള്ള ഘോഷയാത്ര പത്തനംതിട്ട ജില്ലയിലെ എരുമറ്റൂർ പരമഭട്ടാര ആശ്രമത്തിൽ നിന്ന് 13-ാം തീയതി ഉച്ചയ്ക്ക് ആരംഭിച്ച് ഞായറാഴ്ച 11 മണിയോടുകൂടി അവിടെ എത്തിച്ചേരും. അവിടെ സ്ഥാപിക്കാനുള്ള പതാക അയിരൂർ പുതിയാവ് ദേവീക്ഷേത്രത്തിൽ നിന്നാണ്. ആ പതാക വഹിച്ചുള്ള ഘോഷയാത്ര 15-ാം തീയതി രാവിലെ ആരംഭിച്ച് അന്ന് ഉച്ചയ്ക്ക് 11 മണിയോടുകൂടി അവിടെ വന്ന് എല്ലാം കൂടെ സമന്വയിച്ചാണ് അന്ന് പതാക ഉയർത്തുന്നത്. അതിനുശേഷം 3:30-ക്കാണ് ഞങ്ങളുടെ സമ്മേളനം തുടങ്ങുന്നത്. ഈ പരിപാടിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പത്രദൃശ്യ മാധ്യമങ്ങളിൽ നിന്നൊക്കെ വളരെയധികം സഹകരണം കിട്ടിയിട്ടുണ്ട്. ഈ വർഷവും ഞങ്ങൾക്ക് നല്ല ഒരു കവറേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അയ്യൂർ ചെറുകോൽപ്പുഴ ഹിന്ദു മതസമ്മേളനം 103 വർഷമാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾ വലിയ പ്രാധാന്യം നൽകി നടത്തിയിട്ടുള്ളൊരു സമ്മേളനമാണ്. ഈ വർഷവും അത് എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്നും പ്രതീക്ഷിക്കുന്നു. ഒറ്റ വാക്കിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.